السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ارتكبت على الخطا غير حسد وعتاب لك أشكو فيه يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع المبتغي والحبيب الأمين. അനുഗ്രഹീതമായ പരിശുദ്ധമായ റമദാനിലെ വെള്ളിയാഴ്ച ദിവസം അല്ലാഹുവിന്റെ ഭവനത്തിൽ എത്തുകൂടിയ മുഅ്മിനീങ്ങളെ, ഇത്തിഖാഫിന്റെ നിയ്യത്തോടുകൂടെ നമ്മൾ ഇരിക്കുന്ന ഓരോ നിമിഷങ്ങളും നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ജീവിതത്തിൽ വന്ന സകല പാപങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോയി മൺമറഞ്ഞവരുടെ ഖബറിടങ്ങളെ അല്ലാഹു സ്വർഗ്ഗപൂരിതമാക്കി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് പരിശുദ്ധമായ റമദാനിന്റെ മാസം. വളരെ പ്രയാസത്തോടുകൂടെയും ഭീതിയോടുകൂടെയും ലോകം മുന്നോട്ട് പോകുമ്പോഴും കഴിഞ്ഞ വർഷത്തിലുപരിയായി നമുക്ക് അല്ലാഹുവിന്റെ ഭവനത്തിൽ സംഗമിക്കുവാനും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനും അല്ലാഹു നമുക്ക് അവസരം നൽകിയതിൽ അല്ലാഹുവിനെ നമ്മൾ സ്തുതിക്കേണ്ടതുണ്ട്. വളരെ ആശങ്കയിലാണ്. കാരണം കോവിഡിന്റെ വ്യാപനം വളരെ വിപുലമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും നമ്മുടെ കേരള സംസ്ഥാനമൊക്കെ പുതിയൊരു ലോക്ക്ഡൌണിനെ കുറിച്ചും അടച്ചിടലിനെ കുറിച്ചുമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. അല്ലാഹു പരിശുദ്ധമായ റമദാൻ ശരീഫിനെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഉപയോഗപ്പെടുത്താനുള്ള കഴിവും തൗഫീഖും അവസരവും അല്ലാഹു നൽകട്ടെ. നമുക്കറിയാം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ റമദാൻ ശരീഫിലെ രണ്ടാമത്തെ 10 റമ്പിൽ നിന്ന് വിട പറഞ്ഞു പോകാനിരിക്കും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കേണ്ടതും വളരെ ഗൗരവത്തോടുകൂടെ ഇനിയുള്ള നിമിഷങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടതുമായ അവസരങ്ങളാണ്. നമുക്കറിയാം, ജീവിതത്തിന്റെ സകല മേഖലകളിൽ നമ്മൾ നോക്കുമ്പോഴും തെറ്റുകളുടെയും തിന്മയിലൂടെയും അബദ്ധസഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയുടെ മുന്നിലാണ് പാപമോചനത്തിന് വേണ്ടി നമ്മുടെ പാപങ്ങൾ മുഴുവനും സർവശക്തനായ റബ്ബിന്റെ മുന്നിൽ തുറന്ന് പറഞ്ഞ് പൊരുത്തപ്പെടിക്കുവാനും അത് നമുക്ക് പുറത്തു തരുന്നതിന് വേണ്ടി അല്ലാഹു മഗ്ഫിറത്തിന്റെ കവാടങ്ങൾ തുറന്നു വെച്ചുകൊണ്ട് ആരാണോ പൊറുക്കലിനെ തേടുന്നത് അവർക്ക് ഞാൻ പുറത്തു നൽകാമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കവാടങ്ങൾ തുറന്നു വെച്ച ഈ അസുലഭ മുഹൂർത്തങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബാധ്യതയാണ്, സുവർണാവസരമാണ്. നമുക്കറിയാം, എപ്പോഴാണ് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോവുക ഒരാൾക്കും പറയാൻ കഴിയില്ലല്ലോ. മരിക്കാതിരിക്കുവാനും അതുപോലെ തന്നെ ഈ ലോകത്ത് ശാശ്വതമായി ജീവിക്കുവാനും പലവിധ കുതന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഒരിക്കലും ഈ ലോകത്തിൽ നിന്ന് വിട പറയാതിരിക്കാൻ, ശാശ്വതമായി ഇവിടെ ജീവിക്കാൻ ഒരാൾക്കും കഴിയില്ല എന്നുള്ളതിന് തെളിവാണ് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗം.
അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമെന്ന് മാത്രമല്ല, എവിടെ പോയാലും ബുദ്ധിയടക്കപ്പെട്ട ഒരു പാറക്കെട്ടിന്റെ മുന്നിൽ നിങ്ങൾ പോയി ഒളിച്ചിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. ലോകത്ത് ഉറപ്പുള്ളൊരു സംഗതി, സംശയങ്ങളില്ലാത്തൊരു സംഗതി, മാത്രമല്ല അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു കാര്യം, അത് മരണമാണ്. ഹത്താ യഅതിയൽ യഖീൻ, ഉറപ്പ്, അൽ മൗത്ത് മരണമാണ്. വദകുർ റബ്ബക ഹത്താ യഅതിയൽ യഖീൻ, മരണം എന്നുള്ള പ്രതിവാസത്തെ ആരും നിഷേധിച്ചിട്ടില്ല. അതിന്റെ വിഷയത്തിൽ ആർക്കും രണ്ടഭിപ്രായമില്ല. എല്ലാ കാര്യങ്ങളിലും രണ്ടഭിപ്രായമുണ്ടെങ്കിൽ മരണത്തിന്റെ വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. കാരണം ഉറപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ തർക്കമില്ലല്ലോ. അതിന് നമ്മൾ റെഡിയായേ മതിയാവൂ, അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങി തയ്യാറാവുകയും മതിയാവും. കാരണം എന്നും നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. പക്ഷേ നമുക്കും ഒരു തോന്നലുണ്ട്, ഞാൻ ഇപ്പോഴൊന്നും മരിക്കുകയില്ല, എനിക്ക് ഒരുപാട് കാലം ജീവിക്കാൻ ഇവിടെ ആയുസ്സുണ്ടാകും, എന്റെ വീടിന്റെ പണി പൂർത്തീകരിക്കണം, എന്റെ മകളെ കെട്ടിച്ചയക്കണം, എന്റെ ബിസിനസ് സാമ്രാജ്യങ്ങളെ ഒന്നുകൂടെ നമുക്ക് വിപുലീകരിക്കേണ്ടതുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ മരിക്കുകയുള്ളൂ എന്നുള്ളൊരു തോന്നലുണ്ട്. മഹാനായ അൽ ഹകീം അൽ ഫാരിസി, ഒരു പേർഷ്യൻ തത്വചിന്തകൻ പറയുകയാണ്, കുട്ടികളാകുമ്പോൾ നമ്മൾ പറയും ചെറിയൊരു കുട്ടിയുടെ മുടി വെട്ടുകയാണ്. മുടി വെട്ടുമ്പോ പല രൂപത്തിലും നമ്മൾ മുടി വെട്ടാറുണ്ട്. ബാർബർ ഷാപ്പുകളിൽ തൂക്കിയിട്ട ചിത്രങ്ങൾ നോക്കിയിട്ട് ഇതുപോലെ എന്റെ കുട്ടിയുടെ മുടി വെട്ടണം എന്ന് പറയുന്ന രക്ഷിതാവിനോടോ ഉമ്മയോടോ നമ്മൾ ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഈ കുട്ടിയുടെ മുടി ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോ കുട്ടി ഉമ്മാക്ക് മറുപടി പറയാറുണ്ട്. ഉമ്മാക്ക് മറുപടി പറയാറുണ്ട്, ഉസ്താദേ അത് ചെറിയ കുട്ടിയല്ലേ, അത് ചെറിയ കുട്ടിയല്ലേ, ഇപ്പോഴല്ലേ അതൊക്കെ നടക്കുകയുള്ളൂ. ഈ പേർഷ്യൻ തത്വചിന്തകൻ പറയുകയാണ്, കുട്ടിയാകുമ്പോൾ അവര് പറയും കുട്ടികളല്ലേ കളിക്കട്ടെ, ചെറുപ്പക്കാരാകുമ്പോൾ അവര് പറയും അവര് ചെറുപ്പക്കാരല്ലേ, അവരടിച്ചു പൊളിച്ചൊന്ന് ജീവിക്കട്ടെ, കുറച്ചു കാലമല്ലേ, വിവാഹം കഴിക്കുന്നത് വരെയല്ലേ, അല്ലെങ്കിൽ ഒരു ജോലിയിൽ പ്രവേശിക്കുന്നത് വരെയല്ലേ, അവരടിച്ചു പൊളിച്ചു ജീവിക്കട്ടെ എന്ന് പറയും. പ്രായമാകുമ്പോഴോ അവന്റെ മുട്ട് മടങ്ങുന്നില്ല, അവന് ഇബാദത്തിന് പോകാൻ കഴിയുന്നില്ല, അവൻ ഉദ്ദേശിച്ചതുപോലെ കർമ്മങ്ങൾക്ക് കഴിയുന്നില്ല മുന്നിലെ. പിന്നെ എന്താണ് നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കുക? എന്താണ് നമ്മൾ അല്ലാഹുവിലേക്ക് പാപമോചനത്തിന് വേണ്ടി യാചിക്കുക? എന്താണ് നമ്മൾ അല്ലാഹുവിനെ ആരാധിക്കുക? അതുകൊണ്ട് നമ്മൾ പണിയെടുക്കണം, നമ്മൾ അധ്വാനിക്കണം. കാരണം ഏതൊരു കാര്യത്തിന്റെയും അവസാനം അവന്റെ നിയ്യത്ത് പോലെയാണ്. അവന്റെ നിയ്യത്ത് എങ്ങനെയാണോ അങ്ങനെയാണ് അവസാനം ഉണ്ടാവുക. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറയുന്നത് പോലെ എല്ലാ അമലുകളും അതിന്റെ പര്യവസാനം എങ്ങനെയാണോ അതുപോലെയാണ് സംഭവിക്കുക. ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇന്നലെ രാത്രി നമ്മൾ ഉറങ്ങിയാൽ ഉറക്കത്തിൽ മരിക്കുന്ന ഒരുപാട് ശരീരങ്ങളുണ്ട്. രാത്രി നടന്നതാണ്. നിങ്ങൾ കേട്ടില്ലേ, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നിലമ്പൂരിന്റെ വാർത്ത അറിയുന്നതിന് വേണ്ടി അവിടുത്തെ MLA ആകാൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ അവസ്ഥ എന്താണ്? വളരെ ആകാംക്ഷയോടുകൂടെ വിജയത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഉറങ്ങിയ ആ മുസ്ലിമാണെങ്കിലും ആ സഹോദര സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിലും അർദ്ധരാത്രിയിലല്ലേ മരണപ്പെട്ടു പോയത്. ഉറക്കത്തിൽ മരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വല്ലാഹി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലതമൂതുന്ന കമാ തദഊൻ വലതുബഅതുന്ന കമാ തസ്തയഖിദൂൻ. അല്ലാഹുവാണ് സത്യം. ലതമൂതുന്ന കമാ തനാമൂൻ, നിങ്ങൾ ഉറങ്ങുന്നത്, നിങ്ങൾ മരിക്കുന്നത് കമാ തനാമൂൻ, നിങ്ങൾ ഉറങ്ങുന്നത് പോലെയാണ്. വലതുബഅതുന്ന, ഖബറിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ്, പുനർജന്മം എന്ന് പറയുന്നത് കമാ തസ്തയഖിദൂൻ, നിങ്ങൾ ഉറക്കിൽ നിന്ന് ഉണരുന്നത് പോലെയാണ്. ഖബറിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ് മഹ്ശറിലേക്കുള്ള പോക്കെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഉറങ്ങുന്ന മനുഷ്യർ പ്രവർത്തന മണ്ഡലങ്ങളെ വികസിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഉറക്കത്തിൽ നമ്മൾ സ്വപ്നം കാണാറുണ്ട്.
മക്കയിലേക്ക് നമ്മൾ പോകാറില്ലേ? മദീന നമ്മൾ സന്ദർശിക്കാറില്ലേ? കെട്ടിച്ചയച്ച മകളെയും കെട്ടിക്കൊണ്ടുവന്ന പലരെയും നമ്മൾ കാണാറുണ്ടല്ലോ ഉറക്കത്തില്. കാരണം എന്താണെന്നറിയുമോ? ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യന് ഒരുപാട് പ്രവർത്തനങ്ങളുടെ മണ്ഡലങ്ങൾ അല്ലാഹു വികസിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്, വല്ലാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അല്ലാഹുവാണ് സത്യം, ലതമൂതുന്ന കമാ തനാമൂൻ, നിങ്ങൾ മരിക്കുന്നത് ഉറക്കം പോലെയാണ്, നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നത് ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നത് പോലെയാണ്. നിങ്ങൾക്കറിയുമോ പ്രിയമുള്ളവരെ, ഇവിടെ ഇരിക്കുന്നവരുടെ പലരും ഈ ആറടി മണ്ണിലില്ലയോ? അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും വന്ന് വിശ്രമം കൊള്ളുന്നില്ലയോ? ഈ മഖ്ബറയിലൊക്കെ ശാന്തമാണെന്ന് ഒരിക്കലും ഞാനും നിങ്ങളും വിചാരിക്കരുത്. ഇവിടെ ഒന്നും നടക്കുന്നില്ല. നമ്മുടെ പിതാവിന്റെ ഖബറുള്ള ഈ ഖബർസ്ഥാനിന്റെ ചാരത്തിലൂടെ നമ്മൾ കാറോടിച്ചു പോകുമ്പോ, അല്ലെങ്കിൽ ബൈക്കിലൂടെ സഞ്ചരിച്ചു പോകുമ്പോ, അല്ലെങ്കിൽ നടന്നു പോകുമ്പോ ഈ ഖബറാളികളിലേക്ക് ഒരു സലാം പറയാൻ പോലും മറന്നു പോകുന്ന എന്റെ മകനെ, എന്റെ സഹോദര, എന്റെ പൊന്നുപ്പ, ഈ ഖബറിൽ ഒന്നും നടക്കുന്നില്ല, ഈ ഖബർസ്ഥാനിൽ ഈ പള്ളിയുടെ ചുറ്റും ഒന്നും നടക്കുന്നില്ല എന്ന് വിചാരിക്കണ്ട. അതിനുള്ളിൽ സങ്കടപ്പെട്ട് വിങ്ങിക്കൊടുക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യന്മാരുണ്ട്. എങ്ങനെയാണ് ഇത് മനസ്സിലായത് ഉസ്താദേ? സാദിഖുൽ മസ്ദൂഖായ നാം കൊണ്ട് കളവ് പറയാത്ത ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഭൗതിക ലോകത്ത് പുലരാൻ പോകുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹ്. അത് മുഴുവനും പുലർന്നതുണ്ട്, പുലരാൻ പോകുന്നതുണ്ട്, അതുപോലെ തന്നെ പുലർന്നു കൊണ്ടിരിക്കുന്നതുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി തന്നത് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. എന്നല്ലാതെ ഇങ്ങനെയാണ് നാം ഇതറിയുക. ഇവിടെ നിശ്ചലമല്ല. മീസാൻ കല്ലുകളെ നമ്മൾ കാണുന്നുള്ളൂ. സുഖങ്ങളിൽ ഏറ്റവും വ്യത്യാസമുള്ളവർ ഈ കൂട്ടത്തിലുണ്ട്, ദുഃഖങ്ങളിൽ ഏറ്റവും വ്യത്യാസമുള്ളവർ ഈ കൂട്ടത്തിലുണ്ട്. ഖബർ തുറന്നു നോക്കിയിട്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ല, ഇവിടെ ഒരു കല്ലിന്റെ കഷ്ടമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതൊക്കെ ദ്രവിച്ചു പോയിട്ടുണ്ട്, ഇത് നമുക്ക് വേണമെങ്കിൽ മറ്റൊന്നിന് ഉപയോഗപ്പെടുത്താം, ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്തുമാവാം എന്ന് നമുക്ക് ഒരു പക്ഷേ പറയാം. മാറ്റി നോക്കിയാൽ ഒന്നും കാണാൻ കഴിയില്ല. എല്ലാം നഷ്ടപ്പെട്ടൊന്നും നീ വിചാരിക്കണ്ട. ഖിയാമത്ത് നാൾ വരെ, ലോകം അവസാനിക്കുന്നത് വരെ ഖബറിൽ പ്രതിഫലമോ ശിക്ഷയോ നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എവിടെ നിന്നാണ് കിട്ടിയത്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ്. ബാക്കിയാണ് മുമ്പിലെ ഒരു സയൻസ് കൊണ്ടും തെളിയിക്കാൻ പറ്റില്ല, ഒരു സയൻസ് കൊണ്ടും തെളിയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് ഈ ലോകത്തിന് ഖബറിലുള്ള ജീവിതത്തിന് ബർസഖ്, അലമുൽ ബർസഖ് എന്ന് പേര് വെച്ചത്. ഖബറിൽ നോക്കിയാൽ കാണാൻ പറ്റുമെങ്കിൽ ലോകത്ത് ആരാ മുസ്ലിം ആവാതിരിക്കുക? ആരാ മുസ്ലിം ആവാതിരിക്കുക? ഖബറിന്റെ ശിക്ഷ നമ്മൾ നേരിൽ കാണുകയാണ്. ഖബർ തുറന്നു നോക്കുമ്പോൾ തീയാളി കത്തുകയാണ്. ഖബറിൽ തുറന്നു നോക്കുമ്പോൾ മുൻകർ നക്കീറിനെ കാണുകയാണ്. പിന്നെ ആരാ ലോകത്ത് വിശ്വസിക്കാതിരിക്കുക? ഈ ലോകത്ത് എല്ലാവരും വിശ്വസിക്കില്ലേ? അതുകൊണ്ട് തന്നെ പരീക്ഷയുടെ പേപ്പർ, ഉത്തര പേപ്പർ ആദ്യം തന്നെ കാണിച്ചു കൊടുത്താൽ പിന്നെ ആരാ പരീക്ഷയിൽ ജയിക്കാതിരിക്കുക? എല്ലാവരും വിശ്വസിക്കും. ഖബറിൽ തീയാണെന്ന് പറയപ്പെട്ടിട്ടുണ്ടല്ലോ, തീയാണെന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ? അബ്ദുറഹ്മാൻ ഇബ്നു മഹ്മൂദ് അൽ-മഖൂൽ മഹാനാണ്, മഹാനായ ഒരു സഹാബിയാണ്. ഒരിക്കൽ സഹാബിയല്ല, താബിയാണ്. മഹാനവറുകൾ ഒരിക്കൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഇരിക്കുകയാണ്. മഹാനവറുകൾ പറയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഞങ്ങൾ ഇരിക്കുന്നു. ഒരു വിഭാഗം യാത്രാ സംഘം കടന്നു വന്നു. ഒരു വിഭാഗം യാത്രാ സംഘം കടന്നു വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഹജ്ജിന് വന്ന ഒരു സംഘമാണ്, ഞങ്ങൾ ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയാണ്. അങ്ങനെ അതാ
ഞങ്ങൾ മദീനയിലെ അന്നകരയുള്ള ഒരു മലഞ്ചെരിവിൽ ഞങ്ങൾ എത്തിയപ്പോൾ ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് രോഗം വന്ന് അദ്ദേഹം മരിച്ചുപോയി. മുമ്പിനെ കേൾക്കണം, ഒരൽപ്പ സമയമാണെങ്കിലും ഇഅ്തികാഫിന്റെ നിയ്യത്ത് മറക്കണ്ട. രോഗം വന്നുകൊണ്ട് ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരാൾ മരണപ്പെട്ടു പോയി. ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ഖബർ കുഴിച്ചു. ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ഖബർ കുഴിച്ചപ്പോ ഞങ്ങൾ ആ ഖബറിൽ ഒരു പാമ്പിനെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന് വേണ്ടി ഖബർ കുഴിച്ചപ്പോ ഒരു പാമ്പിനെ കണ്ടു. ഞങ്ങൾ ആ സ്ഥലത്തിന്റെയോ അല്ലെങ്കിൽ ആ പ്രദേശത്തിന്റെയോ ഒരു പ്രകൃതിയാകുമെന്ന് കരുതി ഞങ്ങൾ ആ ഖബർ മൂടി മറ്റൊരു ഖബർ കളച്ചു. ആ ഖബറിൽ നോക്കിയപ്പോഴും പാമ്പാണ്. ഹജ്ജിന് പുറപ്പെട്ട ആളാണ്. അല്ലാഹുവിന്റെ ചില അടയാളങ്ങൾ കാണിച്ചു തരികയാണ് ലോകത്തിന്റെ മുമ്പിൽ. അങ്ങനെ ആ ഖബർ മൂടി മൂന്നാമത് ഞങ്ങൾ മറ്റൊരു ഖബർ കളച്ചു. ആ ഖബർ മൂടിയപ്പോൾ പാമ്പിനെ അടക്കം മൂടിയ ഖബറായിരുന്നു. മറ്റൊരു ഭാഗത്ത് മറ്റൊരു ഖബർ വിളിച്ചു. ആ ഖബറിൽ നോക്കിയപ്പോഴും പാമ്പാണ്. അല്ലാഹു എല്ലാവർക്കും കാണിച്ചു തരൂല, ചിലർക്ക് കാണിച്ചു കൊടുക്കും. അത് മതി ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ. ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ്. ഇത് പരീക്ഷാ ഹാളാണ്. ആൻസർ പേപ്പർ ആദ്യം കൊടുത്ത് പരീക്ഷയ്ക്കിരുത്തിയാൽ പിന്നെ ആരാണ് പരീക്ഷയിൽ വിജയിക്കാതിരിക്കുക? അല്ലാഹു നേരെ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ ഈ തെക്കുമലയിലേക്ക് വരുന്നു. എന്നിട്ട് അല്ലാഹു നേരിട്ട് പറയാണ്, ഞാൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്. അതുകൊണ്ട് ഞാനാണ് ഈ ലോകത്തെ പടച്ചത്. നിനക്ക് എണ്ണം നൽകുന്നത്, നീ ശ്വസിക്കുന്നത്, നീ കുടിക്കുന്നത്, നീ കഴിക്കുന്നത് എന്നൊരാൾക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കാൻ അവൻ പള്ളിയിൽ വരും. കാരണം നേരിട്ടതാണ്. കണ്ടതിനെ വിശ്വസിക്കുന്നതിനല്ല മുഅ്മിൻ എന്ന് പറയുക. കണ്ടതിനെ വിശ്വസിക്കുന്നതിനല്ല വിശ്വാസം എന്ന് പറയുന്നത്. കാണാത്തതിൽ വിശ്വസിക്കുമ്പോഴാണ് വിശ്വാസം മുഅ്മിനാകുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു നേരത്തെ ഇറങ്ങി വന്നാൽ പിന്നെ ആരാ വിശ്വസിക്കാതിരിക്കുക? മസീഹുദ് ദജ്ജാൽ പുറപ്പെട്ടാൽ അതുവരെ വിശ്വസിക്കാത്തവരെല്ലാവരും വിശ്വസിക്കും. പക്ഷേ ആ വിശ്വാസത്തിന്റെ കാര്യമില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. സൂര്യൻ പടിഞ്ഞാൽ ഉദിച്ചാൽ ദാബത്തുൽ അർദ് എന്ന അത്ഭുതം പുറപ്പെട്ടാൽ ആരും ഏത് വരുമെന്ന് ഒരിക്കലും പറയാനില്ല. അല്ലാഹു അഅലം. ആരും പുറപ്പെട്ടോ അദ്ദജ്ജാൽ ഏകദേശം ഒരേ സമയത്താണ് നടക്കുക. ഇത് നടന്നു കണ്ടാൽ ഇത് മുസ്ലിങ്ങൾ പറഞ്ഞ കാര്യമാണല്ലോ എന്ന് അമുസ്ലിമീങ്ങൾ പറഞ്ഞിട്ട് കിളികളെല്ലാം വരും. പക്ഷേ ഉപകാരമില്ല, ഫായിദയില്ല. അതാ സമയത്ത് അവരുടെ വിശ്വാസം കൊണ്ട് കാര്യമില്ല. വിശ്വസിച്ചിട്ട് കാര്യമില്ല. അത് വിശ്വാസമല്ലല്ലോ. ആമന എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കാണാത്തതിൽ വിശ്വസിക്കുന്നവരാണ്. വിശ്വസിക്കുന്നതിനാണ് ആമനി എന്ന് പറയുന്നത്. അതുകൊണ്ട് മുഅ്മിനേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾ ഖബറിൽ കൊണ്ടുപോയിട്ട് ബൈക്ക് വെക്കുക. ഖബറിൽ ബൈക്ക് വെക്കുക. ചോദ്യം കേൾക്കൂല. അത് കേൾക്കാനുള്ള കേൾവി ശക്തി നമുക്കില്ല. അത് കാണാനുള്ള കാഴ്ച ശക്തി നമുക്കില്ല. ചില ആളുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അല്ലാഹു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളണം. ഈ ഉമ്മത്ത് അത് സ്വീകരിക്കണം. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം അതാണ്. അവർ പറഞ്ഞു കൊടുത്ത ഇബ്നു അബ്ബാസ് 3 പ്രാവശ്യമുള്ള പാമ്പിനെ കാണാൻ കഴിഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ദാലികൽ ഫിഅലുല്ലദീ കാന യഫഅൽ, അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഫലമായി അല്ലാഹു നൽകുന്ന ശിക്ഷയാണിത്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള എൻട്രൻസ് ആണ് ഖബർ. ആദ്യത്തെ കവാടമാണ് ഖബർ. അവിടെ രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ളത് മുഴുവനും രക്ഷപ്പെട്ടു. ജീവിതകാലം അവൻ ചെയ്ത കർമ്മങ്ങളുടെ ഫലമായി ഖബറുകളിൽ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാണിത്. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നലെ നിങ്ങൾ പോവുക, എന്റെ മുന്നിൽ നിങ്ങൾ പോകണം. ഫദ്ഖിലു ഫീ ബഅദിഹാ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഖബറിൽ അദ്ദേഹത്തെ മറവ് ചെയ്യണം. എന്താണെന്നറിയോ? فوالله لو حفرتم الأرض كلها لوجدتموه فيها حيا. നിങ്ങൾ ഭൂമിയുടെ ഏത് കോണിൽ പോയി അദ്ദേഹത്തിന് ഖബർ കുഴിച്ചാലും അദ്ദേഹത്തിന് കുഴിക്കുന്ന ഖബറിൽ പാമ്പിനെ കാണാനാകുമെന്ന്
മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് അബ്ബാസ് റളിയല്ലാഹു നിങ്ങൾ അദ്ദേഹത്തിന് ഖബർ തന്നെ പോണ്ട. അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ ഭൂമിയിൽ എവിടെ ഖബർ കുഴിച്ചാലും അതിൽ പങ്കുണ്ടാവും. മറവ് ചെയ്തു, പാപമുള്ള ഖബറിൽ മറവ് ചെയ്തു. അങ്ങനെ മടങ്ങി വന്ന ഇവർ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ചില നാണയത്തൊട്ടുകൾ അദ്ദേഹത്തിന്റെ കുടുംബത്തെ എത്തിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അരികിൽ ചെന്ന് പോയിട്ട് ഇത് കൊടുത്തപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവിന്റെ കാര്യം എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിന്റെ ജീവിതം എന്തായിരുന്നു? മുഅ്മിനീങ്ങളെ കേൾക്കണം, നല്ല നിയ്യത്തോടു കൂടെ കേൾക്കണം. അല്ലാഹു ചരിത്രങ്ങളിലൂടെ നമ്മുടെ ഈമാനിനെ അല്ലാഹു ശക്തിപ്പെടുത്തി തരട്ടെ. എന്തായിരുന്നു കാര്യം? അപ്പോൾ പറഞ്ഞു, എന്റെ ഭർത്താവിന് ഗോതമ്പ് കച്ചവടമായിരുന്നു. അങ്ങനെ ഗോതമ്പ് കൊണ്ടുവന്നിട്ട് അതിൽ കല്ലുകളും ചീടുകളും ചേർത്ത് അദ്ദേഹം തൂക്കി വെക്കുമായിരുന്നു. ചെറുപയർ വാങ്ങുമ്പോ ചെറുപയറിന് അതേപോലെ കല്ല്, മമ്പയറാവുമ്പോ മമ്പയറിന്റെ അതേപോലെ കല്ല്. അതും കൂടെ വേണ്ടി കടലാവുമ്പോ നമ്മളിങ്ങനെ കടലൊക്കെ കഴിച്ചു ഇവിടെ മുറിച്ച് പക്ഷെ നല്ല കല്ലുമേ കടിക്കാൻ അതേപോലെ കല്ലിടാണ്. കാരണം 1 കിലോ കല്ല് ചെല്ല് വാരാനോ, പക്ഷെ 1 കിലോ പോയാൽ പൈസ. ഇങ്ങനെ വഞ്ചന ചെയ്യുന്ന മനുഷ്യന്റെ ശിക്ഷയുടെ തുടക്കമാണ് ഖബറെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഇവിടെ രക്ഷയും ശിക്ഷയും ആരംഭിക്കുന്നുണ്ട്. ഖബറിൽ വെച്ചുകൊണ്ട് രക്ഷയും ശിക്ഷയും ആരംഭിക്കുന്നുണ്ട്. മാത്രമല്ല മരിച്ചു പോകുന്ന മനുഷ്യനറിയാം എങ്ങോട്ട് പോകുന്നു എന്നറിഞ്ഞിട്ടേ പോകുകയുള്ളൂ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഖബർ സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കാൻ പറയും. കാരണം ഞാൻ മരിക്കുമ്പോ ഖബർ നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ എന്ന് കണ്ടിട്ടേ മരിക്കൂ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹു സ്വർഗം കണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നാം അനുഭവിക്കാൻ പോകുന്ന കാര്യമാണ് മുഅ്മിനീങ്ങളെ, കണ്ണ് ചിമ്മിയാൽ കാണാൻ പോകുന്ന അത്ഭുതങ്ങളാണ്. അപ്പോൾ ഖബർ എങ്ങനെയാണ്? ചിലർക്ക് അല്ലാഹു അനുഭവങ്ങൾ കാണിച്ചു കൊടുക്കും. ഖബറിൽ തീ കണ്ടിട്ടുണ്ട്, ഞാൻ ദീർഘിപ്പിക്കൂല. മദീനയിൽ തീ കണ്ടിട്ടുണ്ട്, ഖബറിനുള്ളിൽ തീ കണ്ടിട്ടുണ്ട്. അംർ ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് പറഞ്ഞു തന്നിട്ടുള്ളത്. മദീനയിൽ ഒരാൾ തന്റെ രോഗിയായ സഹോദരിയെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. റമദാനിലാകുമ്പോ രോഗിയായ സഹോദരിയെ, രോഗിയായ ജ്യേഷ്ഠരെ, അനിയനെ, ബന്ധുക്കളെ, അയൽവാസികളെ സന്ദർശിക്കുക, അവർക്ക് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, ദാനധർമ്മങ്ങൾ സ്വതക്കകൾ ചെയ്യുക, സക്കാത്തിന്റെ സമയമായിട്ടുണ്ടെങ്കിൽ സക്കാത്തിന്റെ വിഹിതം അവർക്ക് എത്തിച്ചു കൊടുക്കുക. ഇതൊക്കെ നല്ല പുണ്യങ്ങളാണ്, 10 മടങ്ങ് പ്രതിഫലം കിട്ടുന്ന അവസരങ്ങളാണ്. മദീനയിൽ ഒരാൾ രോഗിയായ തന്റെ സഹോദരിയെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. ആ രോഗ സന്ദർശന വേളയിൽ ആ രോഗിയായ സഹോദരി മരിക്കുകയും ചെയ്തു. അങ്ങനെ മറവ് ചെയ്യാൻ വേണ്ടി ആരാരുമില്ലാത്ത മരുഭൂമിയിലാണ് താമസം. തന്റെ സഹോദരനായ തന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചു വരുത്തി. അങ്ങനെ എന്തായി അദ്ദേഹത്തെ കൊണ്ടെടുത്തുകൊണ്ട് ആ സഹോദരിയെ കൊണ്ടുപോയി മറവ് ചെയ്തു. മദീനയിലെ താഴ്വരയിൽ താമസിക്കുന്ന ഒരു സഹോദരിയാണ്. തന്റെ കൂട്ടുകാരന്റെ സഹായത്തോടെ ഖബർ തുറന്നു. അതായത് ഖബറിലേക്ക് അറക്കുന്ന സമയത്ത് ഈ ആങ്ങളയുടെ ഒരു പണക്കി, ഒരു പേഴ്സ് ഖബറിലേക്ക് ചാടി. പക്ഷേ മറവ് ചെയ്തതിന് ശേഷമാണ് ഈ പണക്കിൽ നഷ്ടപ്പെട്ടത് അന്വേഷിക്കുന്നത്. അപ്പോൾ സുഹൃത്തായ തന്റെ കൂട്ടുകാരൻ പറയടാ, എന്തോ ഒന്ന് ചാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഖബറിലേക്ക് ചാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ചെയ്തു. ഈ സഹോദരന്റെ കൂട്ടുകാരന്റെ സഹായത്തോടുകൂടെ ഖബർ തുറന്നു. അങ്ങനെ പേഴ്സ് എടുക്കാൻ വേണ്ടി തുറന്ന സമയത്ത് ഈ കൂട്ടുകാരനോട് ഈ ആൺകളയായ സഹോദരൻ പറഞ്ഞു, സഹോദര ഒന്നിങ്ങ് മാറി നിൽക്കൂ, ഞാൻ എന്റെ സഹോദരിയുടെ അവസ്ഥ ഞാനൊന്ന് നോക്കട്ടെ എന്ന് കൂട്ടുകാരനോട് പറഞ്ഞു. അങ്ങനെ കൂട്ടുകാരനെ മാറ്റി നിർത്തി ആങ്ങളെ ഖബറിലേക്ക് നോക്കുമ്പോൾ ഖബറിൽ തീജ്വാലകൾ ജ്വലിക്കുന്നത് ഈ മനുഷ്യൻ കണ്ടു. പെട്ടെന്ന് തന്നെ കല്ലെടുത്ത് ആ ഖബർ മൂടുകയും ഉമ്മയുടെ ഉമ്മാന്റെ ചാരത്ത് ചെന്നിട്ട് ചോദിച്ചു, എന്റെ
സഹോദരിയായ അങ്ങയുടെ മകളായ അവളുടെ വർത്തമാനം എനിക്കൊന്ന് പറഞ്ഞു തരുമോ, അവരുടെ വിശേഷം ഒന്ന് പറഞ്ഞു തരുമോ ഉമ്മ എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, അവൾ ഖബറിൽ അതിന് ചേർന്നില്ല പോലെ. എന്തിനാണ് അവളുടെ കഥ പറയുന്നത്, എന്തിനാണ് അവളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്തിനറിയണം? വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എന്റെ സഹോദരി നിസ്കാരത്തെ പിന്തിക്കുന്നവളായിരുന്നു. നിന്റെ സഹോദരി നിസ്കാരത്തെ നിസ്കരിക്കാത്തവളായിരുന്നു എന്നല്ല, നിസ്കാരത്തെ പിന്തിക്കുന്നവളായിരുന്നു. എത്ര ആളുകൾക്കാണ് സുബ്ഹി ഖളാ ആകുന്നത്? റമളാനിൽ പോലും സുബ്ഹി നഷ്ടപ്പെടുന്നവരില്ലേ? വിശദീകരിക്കുന്നില്ല മുഅ്മിനേ, അങ്ങനെ നിസ്കാരത്തെ പിന്തിക്കുന്നവർക്ക് ഖബറിൽ നൽകുന്ന ശിക്ഷയാണ് ഖബറിൽ തീജ്വാലകളെന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം നീട്ടിക്കൊണ്ടു പോകുമായിരുന്നു. പൂർണ്ണമായ ശുദ്ധിയിൽ നിസ്കരിക്കാത്തവളുമാണ്. പക്ഷെ അത് പരിപൂർണമായിട്ടുണ്ടോ? ഇത് നിറഞ്ഞിട്ടില്ല, കടമ്പ് നിറഞ്ഞിട്ടില്ല, ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും അങ്ങനെയാണ് എന്നല്ല, എങ്കിൽ പോലും പൂർണ്ണമായ ശുദ്ധിയിൽ നിസ്കരിക്കില്ല. അതുകൊണ്ട് മുറിഞ്ഞാൽ തന്നെ അത് എളുപ്പമില്ല. മാത്രമല്ല ഉമ്മ പറയാണ്, അയൽപക്കത്തെ ആളുകൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ വാതിൽക്കലും ജനലും ശ്രദ്ധിച്ചുകൊണ്ട് ചെവി കൊടുത്ത് കേൾക്കുകയും എന്നിട്ട് ഏഷണിയും പരദൂഷണവും പറഞ്ഞ് നടക്കുന്ന സ്വഭാവം നിന്റെ പെങ്ങൾക്കുണ്ടായിരുന്നു എന്ന് ആങ്ങളയോട് പറയുകയാണ്. കൂട്ടത്തിലോ ഏഷണി പറഞ്ഞു നടക്കാൻ അയാൾ ഇങ്ങനെ അതുകൊണ്ട് ഒരു ഫായിദയുമില്ല, ഒരു കാര്യവുമില്ല, ഒരു ഉപകാരവുമില്ല. പക്ഷെ അയാൾക്കത് പറഞ്ഞില്ലെങ്കിൽ എന്തുണ്ടാവില്ല, ഒരു പൂർത്തിയുടെ ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അയൽപക്കക്കാരിറങ്ങിയാൽ അവിടെ ആരാ വന്നത്, അവിടെ ആരാ വണ്ടി നിർത്തിയത്, ഇങ്ങനെ ചോദിച്ചു നിൽക്കുന്ന ഒരവസ്ഥ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, സഹോദരിക്ക് അല്ലാഹു ശിക്ഷ കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ഇത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുന്ന പുറത്തു കൊടുക്കട്ടെ എന്ന് സഹോദരൻ പ്രാർത്ഥിക്കുന്നു. ചില സംഭവങ്ങൾ അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്. നമ്മൾ നോക്കിയാൽ കാണൂല. വലാ തഖ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയുമോ അവരെ കുറിച്ച്, മരിച്ചവരെ കുറിച്ച്? വലാ തഖ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ രക്തസാക്ഷികളായവർ, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജീവിച്ചു പോയ ആളുകൾ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ചില ആളുകളെ അധികം ശുഹദാക്കളും വിരിപ്പിൽ കടന്നിട്ടാണ് ഷഹീദാവുക. അധികം ശുഹദാക്കളും വിരിപ്പിൽ കടന്നിട്ടാണ് ഷഹീദാവുക എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. വിരിപ്പിൽ കടന്ന് മരിച്ചാൽ ഷഹീദിന് കൂലി. അങ്ങനെയാണ് അല്ലാഹു നൽകുന്നതിൽ സന്തുഷ്ടരായി ജീവിക്കുന്നവരാണ് അവർ. ഖബറുകളിൽ പരിശുദ്ധമായ യുദ്ധത്തിന് ഷഹീദായ സഹാബിയാണ് അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. അല്ലാഹു പറയും അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. മറ്റൊരു സഹാബിയാണ് അബ്ദുല്ലാഹ്, അതാണ് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ജാബിർ ഇബ്നു അബ്ദുല്ലാഹ്. രണ്ടാളും ഷഹീദായവരാണ്. രണ്ടാളും ഒരു ഖബറിലാണ് മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒരൊറ്റ ഖബറിലാണ് മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അടിയിലെ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, മുകളിലെ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ. അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിന് കാലിന് മുടങ്ങുണ്ടായിരുന്നു. ബദർ യുദ്ധത്തിന്റെ സമയം വന്നപ്പോൾ അദ്ദേഹം യുദ്ധത്തിന് പോകാൻ ഒരുങ്ങി. അദ്ദേഹം പറയുമ്പോൾ കാലം കൊണ്ട് വേച്ച് പോയിട്ട് യുദ്ധം ചെയ്യണം. മക്കൾ പോകാൻ നമ്മൾ സമ്മതിക്കൂല, എനിക്ക് സുഖമില്ല, നിങ്ങൾ പോകാൻ പറ്റില്ല. അപ്പോൾ ഉപ്പ പറഞ്ഞു മക്കളോട്, മക്കളെ എനിക്ക് സ്വർഗത്തിൽ കിടക്കണം, എനിക്ക് സ്വർഗത്തിൽ കിടക്കണം, ഞാൻ വരികയാണ്. മക്കളെ പിടിച്ചു നിർത്തി
മതയുദ്ധം കഴിഞ്ഞപ്പോൾ ബദരീങ്ങളുടെ മഹത്വവും അവർക്ക് അല്ലാഹു നൽകാൻ പോകുന്ന പ്രതിഫലവും ലഅല്ലല്ലാഹു കതബ അലാ അഹ്ലി ബദരിൻ ഫഖാല അമലു മാ ശിഅ്തും ഫഇന്നി ഗഫർതു ലക്കും. നിങ്ങൾ എന്തും ചെയ്തോളൂ, നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നിട്ടുണ്ട് എന്നുള്ള വചനമൊക്കെ ഇറങ്ങിയപ്പോൾ ഇദ്ദേഹത്തിന് എനിക്ക് വല്ലാത്ത സങ്കടമായി. നബിയേ, ഉഹദ് യുദ്ധം നടക്കാൻ പോകുന്നുണ്ടെന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉഹദ് യുദ്ധത്തിലേക്ക് വരണം. എന്റെ മക്കൾ എന്നെ ബദറിൽ തടഞ്ഞു വെച്ചതാണ്. എന്റെ മുടന്തങ്കാല് കൊണ്ട് സ്വർഗത്തിൽ കിടക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് നബിയെ. മക്കളെന്നെ തടയാൻ വരും, അതുകൊണ്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും മക്കളെ അനുവദിക്കരുത്. എനിക്ക് ബദറിൽ വരാൻ കഴിയാത്തതിന്റെ സങ്കടം ഉഹദിൽ വന്നിട്ട് എനിക്ക് തീർക്കണം നബിയെ. മക്കളോട് നബിയെ എന്ന് പറഞ്ഞു പോകേണ്ടതില്ല. പക്ഷെ എനിക്ക് യുദ്ധം ചെയ്യണം, സൂത്രത്തിൽ കിടക്കണം. വന്നേ പറ്റൂ. ഉഹദ് യുദ്ധം കഴിഞ്ഞു. ഉഹദ് യുദ്ധം വലിയ സംഭവമാണ്, അതല്ല വിഷയം. ഉഹദ് യുദ്ധം കഴിഞ്ഞു. അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു തങ്ങൾ തുള്ളിച്ചാടിയാണ് പോയത്. തുള്ളിച്ചാടിയാണ് യുദ്ധക്കളത്തിലേക്ക് പോയത്. കാരണം മക്കളാരും തടയുന്നല്ലോ. എന്ന് പറഞ്ഞിട്ടുണ്ട്, മക്കളെ പിതാവിനെ നിങ്ങൾ തടയരുത്. കാരണം മക്കളാരും തടയാത്തത് കൊണ്ട് തുള്ളിച്ചാടി സന്തോഷത്തോടെ യുദ്ധക്കളത്തിലേക്ക് പോയി. റസൂല് പറഞ്ഞു, വാപ്പാ കമ്പലിന് താല്പര്യമുണ്ടെങ്കിൽ വന്നോട്ടെ, നിങ്ങൾ ഒരിക്കലും തടയണ്ട. അങ്ങനെ വേച്ച് വാളെടുത്ത് ഷഹീദായവരാണ് അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. സദാക്കൾ നിരന്നിങ്ങനെ കിടക്കാൻ 70ഓളം ശുഹദാക്കൾ ഇങ്ങനെ ഉഹദിന്റെ രണാങ്കണത്തിൽ ഇങ്ങനെ നിരന്ന് കിടക്കാൻ. ഒരു ഖബറിൽ തന്നെ ഒന്നിലേറെ ശുഹദാക്കളെ മറവ് ചെയ്തിട്ടുണ്ട് ഉഹദില്. ഒരു ഖബറിൽ തന്നെ മേലക്ക് മേലെ അങ്ങനെ വന്നപ്പോൾ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിനെ താഴെയും ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ മേലെയും ഒരുപാട് ശുഹദാക്കളുണ്ട്. അന്ന് ജാബിർ റളിയല്ലാഹു അൻഹു വയസ്സ് 20 ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ജാബിർ. ജാബിർ റളിയല്ലാഹു അൻഹുവിന് അന്ന് 20 വയസ്സാണ്. 40 വർഷം കഴിഞ്ഞു. 40 വർഷം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു 60 വയസ്സായി. അപ്പോഴാണ് ബുഖാരിയിലും മുസ്ലിമിലും ഈ കഥ പറയുന്നുണ്ട്. ഉഹദിന്റെ മലയിൽ ശക്തമായ വലിയൊരു മഴ വർഷിച്ചു. ശക്തമായ മഴ പെയ്തപ്പോൾ വെള്ളപ്പാച്ചിലിൽ ശുഹദാക്കളുടെ പലരുടെയും ഖബർ വെളിവായി. നല്ല പ്രദേശങ്ങൾ ഖബറുകൾ വെളിവായി. ഖബറിൽ പട്ടികളിലൂടെ മണ്ണൊക്കെ ഒലിച്ചുപോയി. ഒരുപാട് ഖബറുകൾ ഓപ്പണായി. 40 വർഷം സ്വന്തം മകൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് അനുഭവം പറയുന്നത്. ആരാന്നറിയോ? ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പിതാവിനെയും അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹുവിനെയും ഒരു ഖബറിലാണ് വെച്ചതെന്ന് എനിക്കറിയാം. ജാബിർ പറയാണ്, എനിക്ക് മനസ്സിലായി, ഞാൻ പോയി നോക്കി. ജാബിർ തങ്ങൾ പറയാണ്, പിതാവിന്റെ ഖബർ കണ്ടപ്പോൾ എങ്ങനെയാണോ ഞാൻ മറന്നു ചെയ്തത്, എങ്ങനെയാണോ ഞാൻ മറന്നു ചെയ്തത്, അതേ കഫൻകുടയിൽ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. കഫൻകുടയ്ക്ക് പോലും ഒന്നും പറ്റിയിട്ടില്ല. വാപ്പയെ ഞാൻ എടുത്തു മാറ്റി. അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു അടിയിലാണല്ലോ. വാപ്പയെ എടുത്തു മാറ്റിയിട്ട് പിന്നെ കൊണ്ടുപോകുന്നത് ജന്നത്തുൽ ബഖീയിലേക്കാണ്. അവിടെ കൊണ്ടുപോയി മറവ് ചെയ്യുകയാണ്. ഖബറിൽ നിന്നിട്ടോ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിനെ മറ്റൊരു ഖബറിൽ വെക്കണം. അങ്ങനെ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിനെ പൊക്കിയെടുത്തപ്പോൾ കൈ ഇങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ നെറ്റിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയുമോ? അതൊന്ന് വെല്ലെ പൊക്കി നോക്കി. ആ കയ്യൊന്ന് വെല്ലെ നെറ്റിയിൽ നിന്ന് മാറ്റി. എന്താണെന്നറിയുമോ? രക്തം പമ്പ് ചെയ്യുകയാ. എന്താണെന്നറിയോ? യുദ്ധക്കളത്തിലായപ്പോൾ നെറ്റിയിൽ ഒരു അമ്പ് വന്ന് തറക്കുകയും രക്തം പമ്പ് ചെയ്തപ്പോൾ തന്റെ കൈയിന്റെ പത്തി കൊണ്ട് ഈ നെറ്റിത്തടം അമർത്തി വെക്കുകയോ അങ്ങനെ മരവിട്ട് മരിച്ചു പോയവരാണ്, ഷഹീദായവരാണ്. അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. പ്രിയമുള്ളവരെ,
40 വർഷം കഴിഞ്ഞിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു ആ കയ്യിൽ ഉയർത്തിയപ്പോൾ രക്തം പമ്പ് ചെയ്യുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് പറയുകയാണ് ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു. മരിച്ചാൽ ഇരുമെന്ന് കരുതണ്ട, മരിച്ചാൽ എല്ലാം അവസാനിക്കുമെന്ന് കരുതണ്ട, ആത്മഹത്യ എന്തിനും പരിഹാരമാണെന്ന് കരുതണ്ട. പ്രിയമുള്ളവരെ, അതേ സ്ഥലത്തിൽ നിന്ന് രക്തം പമ്പ് ചെയ്യുന്നത് ഞാൻ കണ്ടു. 40 വർഷങ്ങൾക്ക് ശേഷം അല്ലാഹു ചില അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. അത് തന്നെയാണ് ഖുർആൻ പറയുന്നത്, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അബ്ദുല്ലാഹ് പറയാ തങ്ങളെ രണ്ടാമത് കഫൻ ചെയ്യാൻ കൊണ്ടുവന്നപ്പോൾ ആ കയ്യൊന്ന് ഉയർത്തി നോക്കിയപ്പോൾ നിവർത്താൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, അവിടെ നിന്ന് രക്തം പൊടിയുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് പറയുകയാണ് മുഅ്മിനീങ്ങളെ. ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയൊക്കെ ഒരു ലോകം നമുക്ക് വരാനുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞാൽ ചരിത്രം ദീർഘമായ കഥയാണ്, വിഷയങ്ങൾ മുഷിഞ്ഞു പോകും. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി മാത്രം അല്ലാഹു കരുണ വലിയൊരു സൗഭാഗ്യമാണ് പരിശുദ്ധമായ റമദാനും. അതിനുള്ള ഓരോ പത്തുകളും വ്യത്യസ്തമായ അവസരങ്ങളാണ്. പാപമോചനത്തിനുള്ള എന്ത് തെറ്റ് ചെയ്താലും അല്ലാഹു പൊറുക്കാം. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, ഞാൻ ഇനി നന്നാവില്ല, ഞാൻ ചെയ്ത തെറ്റുകുറ്റങ്ങളുടെ കൂമ്പാരങ്ങളുടെ കണക്ക് എനിക്കല്ലേ അറിയോ, അതുകൊണ്ട് എന്റെ പാപം അല്ലാഹു പൊറുക്കാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു തോന്നല് വേണ്ട മുഅ്മിനീങ്ങളെ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തില് നികൃഷ്ടനായ നീചനായ മോശമായ കാര്യങ്ങളിലൂടെ തെറ്റിലൂടെ അബദ്ധസഞ്ചാരം നടത്തിയ ഒരു മനുഷ്യരുണ്ടായിരുന്നു. എല്ലാവരും അദ്ദേഹത്തെ എതിർത്തു, എല്ലാവരും അദ്ദേഹത്തെ വെറുത്തു, അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി. അങ്ങനെ അദ്ദേഹം ഒഴിഞ്ഞു മാറിപ്പോവുകയും എല്ലാവരും വെറുത്ത സമയത്ത് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ഒരിക്കലും തന്നെ പുറകോട്ട് നിൽക്കാത്ത ഈ മനുഷ്യൻ എല്ലാവരും വെറുത്തപ്പോ അദ്ദേഹം മാറി നിന്ന് അല്ലാഹുവിനെ വിളിച്ചു, യാ അല്ലാഹ്, എല്ലാവരും എന്നെ കൈയൊഴിഞ്ഞിട്ടുണ്ട്, എല്ലാവരും എന്നെ വെറുത്തിട്ടുണ്ട്, അല്ലാഹുവേ നീ എന്നെ വെറുക്കല്ല അല്ലാഹ് എന്നൊരൊറ്റ വിളി വിളിക്കുകയാണ്. ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ശവശരീരം ചീഞ്ഞു നാറുകയാണ്. കുളിപ്പിക്കാൻ ആളില്ല, മറവ് ചെയ്യാൻ ആളില്ല, ആരും അടുത്തില്ല. മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു വഹി കൊടുത്തു, യാ മൂസാ, ഇന്ന സ്ഥലത്തൊരു മനുഷ്യരുണ്ട്, അദ്ദേഹത്തെ കൊണ്ട് കുളിപ്പിക്കണോ, അദ്ദേഹത്തെ കഫൻ ചെയ്യണോ, നിസ്കരിക്കണം, മറമാടണോ എന്ന് പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം എനിക്ക് സന്ദേശം ലഭിച്ച നാട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അങ്ങനൊരു മനുഷ്യനില്ല. ആ സമയത്താണ് ചീഞ്ഞുനാറുന്ന അതാ അവിടെ നിന്ന് ദുർഗന്ധം വഹിക്കുന്ന ഒരു മയ്യത്തിനെ കുറിച്ച് പറയുന്നു. അദ്ദേഹത്തെ കാണുകയും മൂസാ നബി അലൈഹിസ്സലാം വളരെ കഷ്ടപ്പെട്ട് പാടുപെട്ടുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തെന്നറിയുമോ, അദ്ദേഹത്തെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മറവ് ചെയ്തു. എന്നിട്ട് അല്ലാഹുവിനോട് ചോദിച്ചു, യാ അല്ലാഹ്, അല്ലാഹുവേ, ഈ നാട്ടിലുള്ള സകല ആളുകൾക്കും അദ്ദേഹത്തോട് വെറുപ്പാണ്, അദ്ദേഹത്തെ കുറിച്ചൊന്നും നല്ലത് പറയാനില്ലല്ലോ, അദ്ദേഹത്തിനോട് എല്ലാവർക്കും ഇഷ്ടമാണ്, പിന്നെ എന്താണ് ഇങ്ങനെ നിന്നോട് പറഞ്ഞത്? ആ സമയത്ത് അല്ലാഹു പറയാണ്, അല്ലാഹുവിന്റെ കരീമായ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, മൂസാ, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്, അദ്ദേഹത്തോട് എല്ലാവർക്കും വെറുപ്പാണ്, അദ്ദേഹത്തിന് ആർക്കും ഇഷ്ടമില്ല, പക്ഷേ എല്ലാവരും കൈയൊഴിഞ്ഞ് അദ്ദേഹത്തെ കൈയൊഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ ഒഴിഞ്ഞ മരുഭൂമിയിൽ വന്നിട്ട് അദ്ദേഹം എന്നെ വിളിച്ചൊരു വിളിയുണ്ട്, എന്നോട് യാചിച്ചൊരു യാചനയുണ്ട്. അല്ലാഹുവേ, എല്ലാവരും കൈയൊഴിഞ്ഞവനാണ്, ആരാരുമില്ലാത്തവനാണ് ഞാൻ. അല്ലാഹുവേ, നീ എന്നെ വെറുക്കല്ല റബ്ബേ എന്നുള്ള ഹൃദയത്തിൽ തട്ടിയുള്ള ഒരു വിളി എന്നെ വിളിച്ചപ്പോ എന്റെ അടിമയായ സാധുവായ ആ മനുഷ്യരെ എനിക്ക് കൈയടിയാൻ തോന്നിയില്ല മൂസാ
മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു സന്ദേശം കൊടുത്തെങ്കിൽ മുഅ്മിനീങ്ങളെ നമ്മൾ എത്ര തെറ്റ് ചെയ്തവനാണെങ്കിലും മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യൻ വിശ്രമത്തിന് വേണ്ടി തന്റെ ഒട്ടകത്തെ മരച്ചുവട്ടിൽ കെട്ടിയിട്ടു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാണ്ഡം തലയിണയാക്കി അദ്ദേഹം ഒന്ന് മയങ്ങി എണീറ്റ് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാഹനം കാണാനില്ല, കുതിരയെ കാണാനില്ല. ഒരുപാട് അന്വേഷിച്ചു, ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് നടന്നു. വീണ്ടും അദ്ദേഹം ക്ഷീണിക്കുകയാണ്. വീണ്ടും ഈ മരത്തിന്റെ ചോട്ടിൽ വന്നിട്ട് എന്റെ വാഹനം കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. ക്ഷീണിച്ചവിടെ കടന്നു. അദ്ദേഹം ഉറക്കിൽ നിന്ന് നെട്ടിയുണർന്നു. ഈ നെട്ടിയുണർന്ന സമയത്ത് തന്റെ വാഹനം മുന്നിൽ കാണുമ്പോ അദ്ദേഹത്തിനുണ്ടാകുന്ന സന്തോഷം എത്രയായിരിക്കും, ആസ്വാദനങ്ങൾ വരുന്നില്ല. എന്നാൽ ആ സമയത്ത് തനിക്കുണ്ടാകുന്ന സന്തോഷത്തെക്കാൾ കൂടുതൽ തെറ്റിലൂടെ സഞ്ചരിച്ച ഒരു മനുഷ്യൻ ആ തെറ്റ് നിർത്തിവെച്ചുകൊണ്ട് ഖേദിച്ചു മടങ്ങി അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുമ്പോ ആ ഒട്ടകത്തെ കിട്ടിയ വാഹനം കിട്ടിയ മനുഷ്യനുണ്ടായ സന്തോഷത്തെക്കാൾ കൂടുതൽ സന്തോഷം തെറ്റിൽ നിന്ന് അതിൽ നിന്ന് നിർത്തിയിട്ട് പശ്ചാത്തപിച്ച് മടങ്ങുന്ന മനുഷ്യന്റെ തൗബ കാണുമ്പോൾ അല്ലാഹുവിനുണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പശ്ചാത്തപിക്കുക, അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക. അല്ലാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകട്ടെ, അല്ലാഹു റഹ്മത്ത് നൽകട്ടെ. ഇനിയുള്ള ദിവസങ്ങൾ നാളത്തെ കൂടെ കഴിഞ്ഞാൽ പിന്നെ മഗ്ഫിറത്തിന്റെ 10 കഴിഞ്ഞാൽ സ്വർഗപ്രവേശനത്തിന്റെയും നരകമോചനത്തിന്റെയും ദിനരാത്രങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തണം. വീടുകളിലാണെങ്കിലും പള്ളികളിലാണെങ്കിലും തറാവീഹ് മുടങ്ങരുത്, ഖുർആൻ പാരായണം നിലക്കരുത്, ഒരു ജമാഅത്തും നഷ്ടപ്പെടരുത്, ദിക്റുകളിൽ മുഴുകണം. നമുക്കറിയാം ലോകം ഒന്നും വല്ലാത്ത പ്രതിസന്ധിയിലാണ്. ഒരു മരുന്നുമില്ല, വാക്സിനാണെങ്കിലും അതൊന്നൊരു മരുന്നല്ല. ഏക മരുന്ന് പ്രാർത്ഥനയാണ്. ഒരു വിശ്വാസിയുടെ ആയുധം പ്രാർത്ഥനയാണ്. അവന് ബുദ്ധിമുട്ടുകളെ ആപത്തുകളെ തടുക്കാൻ കഴിയുന്നത് ദാനധർമ്മങ്ങളാണ്. ഇതിലൂടെ വ്യാപൃതരായി ഈ മഹാമാരിയെ അതിജയിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരമാവധി നമ്മളൊക്കെ ഗവൺമെന്റിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും മാനദണ്ഡങ്ങളൊക്കെ പാലിക്കുകയും പരമാവധി കുട്ടികളെയും യുവാക്കളെയും ഒക്കെ പുറത്തിറങ്ങുന്ന വിഷയത്തിലൊക്കെ നമ്മൾ ശ്രദ്ധ ചെലുത്തി വളരെ കണിശമായ നിലപാടോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പള്ളിയിൽ വരുന്നവരൊക്കെ മാസ്കൊക്കെ കൃത്യമായി ധരിച്ച് മുസ്ലിയോടുകൂടെ വരിക. അല്ലാഹു നമ്മിൽ നിന്ന് എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. ആപത്ത് മുസീബത്തുകളെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. കളക്കണ്ടത്തിൽ നഫീസ എന്ന സഹോദരി തന്റെ കരയിലുള്ള വെള്ളി അരഞ്ഞാൾ നമ്മൾ ഓഡിറ്റോറിയത്തിന്റെ ഫണ്ടിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. കരുവാൻപൊടി യൂസുഫ് മാതാവിന്റെ ചിറ്റ് സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അവരുടെ ധർമ്മങ്ങളൊക്കെ ജാരിയായി സദഖയായി അല്ലാഹു സ്വീകരിക്കട്ടെ. അവരുടെ മരണപ്പെട്ടു പോയവരിലേക്ക് അല്ലാഹു അതിന്റെ വിരുദ്ധവാബി എത്തിച്ചു കൊടുക്കട്ടെ. നഫീസ എന്ന സഹോദരി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള അവസരം നൽകാതെ സ്വന്തം ചുറ്റെടുത്തിട്ട് നമ്മുടെ പള്ളിയുടെ ഓഡിറ്റോറിയത്തിന്റെ ഫണ്ടിലേക്ക് നൽകിയിരിക്കണം. അല്ലാഹു ആരോഗ്യം നൽകട്ടെ, സമ്പൽ സമൃദ്ധിയും അതുപോലെ തന്നെ ജീവിതത്തിൽ എല്ലാവിധ സൗഖ്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. അതിനുശേഷം ഒരുപാട് പേരുടെ മയ്യത്ത് നിസ്കരിക്കാനുണ്ട്. കുട്ടി മുസ്ലിയാർ, സയ്യിദ് ഹാമിദ് കോയ തങ്ങൾ, AT ഉമ്മർ കോയ ഹാജി, ഖദീജ ചമൽ, ആയിഷ ബി അലവി, പരവത്തിന്റെ പുറം